ഷില്ലോങ് ഹണിമൂൺ കൊലക്കേസിൽ ഭർത്താവിനെ കൊലപ്പെടുത്താൻ സോനം രഘുവംശി കൊലയാളികൾക്ക് 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് പോലീസ്. കൊലപാതക ദിവസം ഭർത്താവിന്റെ പേഴ്സിൽ നിന്ന് കൊലയാളികൾക്ക് ചെലവുകൾക്കായി 15,000 രൂപ നൽകി. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട സോനം ഇൻഡോറിലെത്തി രാജ് കുശ്വാഹയ്ക്കൊപ്പം 3 ദിവസം കഴിഞ്ഞെന്നും പോലീസ് കണ്ടെത്തി. രാജ രഘുവംശിയെ കൊലപ്പെടുത്താൻ കൊലയാളികളെ കണ്ടെത്തിയത് രാജ് കുശ്വാഹയാണെങ്കിലും പണം വാഗ്ദാനം ചെയ്തത് സോനമെന്നാണ് പോലീസ് പറയുന്നത്. 20 ലക്ഷമായിരുന്നു ഓഫർ. 15,000 ആദ്യം നൽകി, അതും ഭർത്താവിന്റെ പേഴ്സിൽ നിന്നും. കൊലയ്ക്ക് ശേഷം ടാക്സിയിലാണ് സോനം ഗുവാഹത്തിയിലെത്തിയത്. അവിടെ നിന്ന് ട്രെയിനിൽ ഇൻഡോറിലും. ആൺ സുഹൃത്തിനൊപ്പം 25, 26, 27 തീയതികളിൽ വാടക ഫ്ളാറ്റിൽ താമസിച്ചു. കൊലയാളികളും ഇതേ റൂട്ടാണ് സ്വീകരിച്ചത്. സഹോദരിയായി ഇനി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നും രാജ രഘുവംശിക്ക് നീതി കിട്ടാനായി പോരാടുമെന്നും സോനത്തിന്റെ സഹോദരൻ പ്രതികരിച്ചു. അതേസമയം കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്നാണ് രാജ് കുശ്വാഹ പോലീസിന് നൽകിയ മൊഴി. കൊല്ലാൻ ആലോചിച്ചെങ്കിലും പിന്നീട് സോനത്തെ പിന്തുണച്ചില്ല. മേഘാലയയിലേക്ക് പോകാനുള്ള പദ്ധതി ഉപേക്ഷിച്ചിരുന്നു. മറ്റു 3 പേരോടും പോകരുതെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സോനം ടിക്കറ്റ് എടുത്തതോടെ 3 കൊലയാളികൾക്കും മേഘാലയ കാണാൻ ആഗ്രഹം കൂടി. അവസാന ഘട്ടത്തിലും കൊല്ലണമെന്ന് വിചാരിച്ചിരുന്നില്ല. എന്നാൽ സോനം നിർബന്ധിച്ചുവെന്നും രാജ് കുശ്വാഹ മൊഴി നൽകി. എന്നാൽ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പ്രതികളെ ഷില്ലോങ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 ഡൽഹി.